ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈസ് കോർണർ. ഇന്നും ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് താളും പൂളയും വെച്ചിട്ടുള്ള നല്ലൊരു കൂട്ടാൻ്റെ റെസിപ്പി കേട്ടോ. അപ്പം മഴക്കാലമായാലും നമ്മളെ പറമ്പിലും പാടത്തും വരമ്പത്തൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒന്നാണ് താള് എന്ന് പറയുന്നത്. താനേ ഉണ്ടാവുന്ന ഒന്നാണേ. അപ്പോൾ നമുക്ക് ഈ താളിൻ്റെ നടുവിലുള്ള ഈ തണ്ടില്ലേ, തണ്ട് ഏറ്റവും ഇളയ തണ്ട്, അതാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. ഈ ഇലയും തണ്ടും കൂടെ നമ്മൾ എടുക്കുക. അപ്പോൾ നല്ല വൃത്തിയുള്ളതാണ്. അപ്പോൾ അത് നോക്കി നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മൊബൈൽ വെച്ച് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ അതേ ഞാൻ താള് നന്നായി നമുക്ക് ആവശ്യത്തിനുള്ള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ചളി ഉണ്ടാവും, തണ്ടുമ്പിലൊക്കെ മഴവെള്ളം അങ്ങനെ തെറിച്ചിട്ടുള്ള മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ടാവും. അപ്പം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ കഴുകി എടുത്ത് ഞാൻ ഇലയൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ലാസ്റ്റ് ആദ്യം നമ്മൾ തണ്ടുമ്മലുള്ള ആ തോലില്ലേ അത് ഒഴിവാക്കണം കേട്ടോ. ആ നാരൊന്ന് ചീന്തി ഒഴിവാക്കണം. പെട്ടെന്ന് കിട്ടും കേട്ടോ. അധികം പണിയൊന്നുമില്ല. വേഗം വേഗം നമുക്ക് ചീന്തി എടുക്കാൻ പറ്റുവേ. അപ്പോൾ ചിലതിൻ്റെ ഉള്ളിലുണ്ടാവും ഇങ്ങനെ ഇളയത് ഇലയൊക്കെ ഉണ്ടായി വരുന്നത്, അങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിവർത്തി നോക്കണം കേട്ടോ. പക്ഷെ ഒന്നും ഉണ്ടാവില്ലെങ്കിൽ നമ്മൾ പിന്നെ ഇതില്ലേ, ഭക്ഷണം കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് നമുക്കത് നോക്കാഞ്ഞാൽ പറ്റൂലല്ലോ. പണ്ടുള്ള നമ്മളെ അമ്മമാരൊക്കെ പറയാറുണ്ട് താള് പാമ്പ് ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷെ ഞാനിതുവരെ താളിന്നൊന്നും താള് പാമ്പ് കണ്ടില്ല കേട്ടോ, അല്ലാതെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തണ്ടുമ്പത്തെ ഇത് നാര് മുഴുവനും അങ്ങനെ ചീന്തിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചീന്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇതൊക്കെ എല്ലാത്തിൻ്റെ തോല് നമ്മൾ മാറ്റിയിട്ടുണ്ട്, ചീന്തി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വലിപ്പത്തിൽ നമുക്കൊരു 1-2 ഇഞ്ച് കനത്തിൽ നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തണ്ടൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലന്ന് അരിഞ്ഞെടുക്കണേ. അപ്പോൾ അതിൻ്റെ ഈ മേലെ ഭാഗത്തിൽ കട്ടിയുള്ള ഞരമ്പ് അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. ആ കനം കുറഞ്ഞതിൻ്റെ ഒന്നും സൈഡത്തൊന്നും മാറ്റണ്ട. ആ മേലുള്ളത് മാത്രം നമുക്ക് ആ തണ്ട് ഒന്ന് ഒഴിവാക്കണേ. അപ്പോൾ ഇലയും കൂടെ കൂട്ടിയാൽ ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇല നമ്മൾ ചേർക്കണേ ഇതിൻ്റെ കൂടി താള് കൂട്ടാൻ വെക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ താളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കാന്താരിമുളക് പറിച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്കിനി ഇത് അടുപ്പത്ത് വെക്കാനായിട്ടുണ്ട്. ഞാൻ താളിതേ ഒന്ന് കഴുകി എടുത്തതാണ്. കഴുകുമ്പോൾ നമ്മളിത് വെള്ളത്തിലിട്ട് കൈയിട്ടൊന്നും ഉരച്ച് കഴുകരുത് കേട്ടോ. കൈക്ക് ചെറിയ ചൊറിച്ചിലുണ്ടാവുകയെ. അപ്പോൾ ഞാൻ ഓട്ടപാത്രത്തിലിട്ടിട്ട് പൈപ്പ് ഇങ്ങനെ തുറന്ന് വെച്ച് കാണിച്ചതാണ് കേട്ടോ എല്ലാ ഭാഗത്തും. അല്ലെങ്കിൽ നമ്മളൊരു ഓട്ടക്കോരി ഇല്ലേ, അതിനോട് ഇങ്ങനെ കോരി എടുത്താലും മതി വെള്ളത്തിലിട്ടിട്ട്. ഇനി ഇതിലേക്ക് ഇതേ പൂള ഞാനൊന്ന് തിളപ്പിച്ച് ഊറ്റിയതാണ് കേട്ടോ. വെന്തിട്ടൊന്നുമില്ല, ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തതാണ് അതിൻ്റെ കട്ട് പോകാൻ വേണ്ടിയിട്ട്. അതും അതിലിട്ട് കൊടുക്കാം. പിന്നെ നല്ല കാന്താരിമുളകും ഇതേ അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത് വേവിച്ചെടുക്കാനുള്ള കുറച്ച് വെള്ളം, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ താളിന്ന് തന്നെ നന്നായി വെള്ളം ഇറങ്ങി വരുവേ. അപ്പോൾ ഇത് വേവാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പൂളയും കൂടി ഇടുന്നതുകൊണ്ടാണ് 1 ഗ്ലാസ് ഒഴിച്ചത്. അപ്പോൾ ഇത് ശരിക്കും വെന്തിട്ടുണ്ട്. ഞാനൊരു 6 വിസിലിന് ഇത് ഓഫാക്കിയതാണേ. അപ്പോൾ കണ്ടോ വെള്ളമൊക്കെ പാകത്തിനായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൂളയൊക്കെ ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കണേ. പൂളൊക്കെ കുറച്ച് വേവ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതേ ഒരു മന്ദം കോലുകൊണ്ട് ഇങ്ങനെ കുത്തി ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പൂള വെച്ചിട്ടും അതുപോലെ തന്നെ നല്ല ചേമ്പത്തില്ല നാടൻ ചേമ്പത്ത് വെച്ചിട്ടൊക്കെ നമുക്കിതിങ്ങനെ ഇതിലിട്ട് വെക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ശരിക്കും ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കാം. ഇനി നമുക്കിത് വറവിട്ടെടുക്കണേ. അതിന് വേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആകുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഒരു നാടൻ റെസിപ്പി അല്ലേ. ഇതിലേക്ക് നമുക്കിതേ ഞാൻ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ചെറിയുള്ളി, അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും, നമ്മൾ അതിലേക്ക് കാന്താരിമുളക് ഇട്ടതുമാണല്ലോ, അതിന് വേറെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ വറവിട്ടെടുക്കുന്ന സമയത്ത് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊക്കെ പാടെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണേ.
ഇനി നമുക്കിതാ കൂട്ടാൻ ഉടച്ച് വെച്ച് വേവിച്ച് വെച്ച് ഈ കൂട്ടാൻ താളും പൂളായിട്ടുള്ള കൂട്ടാൻ നമുക്കിതിലേക്ക് ഇട്ട് നന്നാക്കി ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇപ്പം അധികം എല്ലാ പറമ്പിലും പാടത്തും ഒക്കെ ഇത് കാണുന്നതാണ്. ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാനും പറ്റും. ഇത് ഒറ്റയ്ക്കും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പൂളയും ചേമ്പത്തും ഇല്ലാതെ അങ്ങനെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ തൂമ്പിച്ചെടുക്കുമ്പോൾ നല്ല ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ട് നിന്ന് തൂമ്പിക്കണം കേട്ടോ. നല്ല കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിലേറെ ടേസ്റ്റ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.